അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രാധാന്യമുണ്ട് എന്ന് കൽപ്പിച്ച മഹത്തായ ഒരു വേദിയിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ഇരുത്തത്തിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പ്രതിഫലവും നമുക്ക് ഈ ഇരുത്തത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും ഒരാൾ മതം പഠിക്കാൻ വേണ്ടി, ദീന് പഠിക്കാൻ വേണ്ടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വഴികൾ അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുകയും കടലിലുള്ള മത്സ്യങ്ങളും മാളത്തിലുള്ള ഉറുമ്പുകളും എന്നിങ്ങനെ എല്ലാ ജീവജാലങ്ങളും അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് പറയുമ്പോൾ വളരെ വലിയ നേട്ടമായിട്ടാണ് അതിനെ നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ നിഷ്കളങ്കതയോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം എന്ന ഒരു നിയത്തിലായിരിക്കണം ഇവിടെയുള്ള ഓരോ ആളുകളും ഈ ഒരു സദസ്സിൽ ഇരിക്കേണ്ടത് എന്നാണ് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഈ മൂന്ന് തൗഹീദും ഉൾക്കൊള്ളുന്ന ഒരായത്തുണ്ട്. ഈ മൂന്ന് തൗഹീദും ഉൾക്കൊള്ളുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്, സൂറത്ത് നമ്പർ അതല്ലെങ്കിൽ ആ ആയത്ത് പറഞ്ഞാൽ മതി. അതായത് മൂന്ന് തൗഹീദും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്ത് മറിയം. അഹ്സൻ, തബാറക്കല്ലാഹ്. എത്രാമത്തെ ആയത്തെന്ന് അറിയാർക്കെങ്കിലും? സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്താണ്. സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്താണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ആയത്ത് ഉണ്ടാകണം. സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്തിൽ ഈ മൂന്ന് തൗഹീദും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വിശദീകരിച്ച് തുടങ്ങിയത് തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിലുള്ള ഏകത്വമാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിലുള്ള ഏകത്വത്തെയാണ് തൗഹീദു അർ-റുബൂബിയ്യ എന്ന് പറയുക. അതായത് ഇഫ്റാദുല്ലാഹി തആല ബി അഫ്ആലിഹി, അവന്റെ പ്രവർത്തനത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കൽ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹുവാണ് സൃഷ്ടാവ്, സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. മരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. ആളുകൾക്ക് ഉപകാരം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രവർത്തനത്തിലൊക്കെ അള്ളാഹു ആരാണ്? ഏകനാണ്. അപ്പൊ ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം, അത് എത്ര ചെറുതാകട്ടെ, അത് അള്ളാഹുവിന് മാത്രമേ നേടിത്തരാൻ സാധിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാൾ എന്ത് ചെയ്യൂല? വേറൊരാളിലേക്ക് അവന്റെ ഇബാദത്തിനെ തിരിച്ചുവിടൂല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറപ്പാണെന്ത്? അള്ളാന്റെ അടുക്കൽ നിന്ന് മാത്രം എന്ത് കിട്ടുള്ളൂ? ഉപകാരം കിട്ടുള്ളൂ എന്ന് ഉറപ്പാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തത്. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ, അവിടെ പറയുന്നത് നീ എന്തെങ്കിലും നിന്റെ ആവശ്യം ചോദിക്കുകയാണെങ്കിൽ നീ ഏതെങ്കിലും സൃഷ്ടികളോട് ചോദിച്ചോ എന്നല്ല പറഞ്ഞത്. മറിച്ച് ആരോട് ചോദിച്ചാൽ മതി? അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ അള്ളാഹുവിനോട് എന്ത് ചെയ്യാം? സഹായം തേടുക. വളരെ വ്യക്തമായ ഹദീസാണ്, യാതൊരു സംശയത്തിനും വകയില്ല. ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഈ ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മതിയായതാണ്. ഇനി ഒരുപാട് ആയത്തുകളുടേതോ അതല്ലെങ്കിൽ ഒരുപാട് ഹദീസുകളുടേതോ ആവശ്യമില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹദീസ് ധാരാളമാണ്. അപ്പൊ പറഞ്ഞു വന്നത് തൗഹീദുർ റുബൂബിയ്യയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കലാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു 3 കാര്യങ്ങളാണ് തൗഹീദുർ റുബൂബിയ്യയിൽ വളരെ പ്രധാനപ്പെട്ടത്. 3 കാര്യങ്ങൾ. ഒന്ന് സൃഷ്ടിപ്പാൻ, ഖൽഖാൻ. രണ്ടാമത്തേത് മുൽക്കാൻ, അള്ളാഹുവാണ് എല്ലാം ഉടമപ്പെടുത്തുന്നവൻ, അള്ളാഹുവാണ്. നമ്മുടെ ഉടമപ്പെടുത്തലുകൾക്ക് എന്തുണ്ട്? പോരായ്മകളും പരിധികളുമുണ്ട്. മൂന്നാമത്തേത് ലോകം നിയന്ത്രിക്കുന്നതാരാ?
അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു അല്ലാത്ത ഒരു നിയന്ത്രിക്കുന്ന ശക്തിയും ഭൂമിയിൽ ഇല്ല എന്നെന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നത് സൂറത്ത് യൂനുസിലെ 31, 32 ആയത്താണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലും നിങ്ങൾക്ക് ആരാണ് ഉപജീവന മാർഗം കൊണ്ടുവന്നു തരുന്നത് എന്നെന്ത് ചെയ്യാം? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാന്നാണ്, മുസ്ലിമീങ്ങളോടല്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന അമ്മൻ യംലികു സ്സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. അവർ പറയും ഒക്കെ എന്താണ്? അല്ലാഹുവാണ് ഉടമപ്പെടുത്തുന്നത് എന്നാണ്. ഭൂമി നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, ഉപകാരം ചെയ്തു തരാൻ സാധിക്കുന്നത് അല്ലാഹുവിനാണ്. അതേപോലെ തന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാ ആളുകളുടെയും എല്ലാം ഉടമപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു? അംഗീകരിച്ചിരുന്നു എന്നതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥയോ? നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, ചില വിഭാഗം ആളുകൾ, പുതുതായി ഈ അടുത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ചില ഔലിയാക്കന്മാരാണ്, അതല്ലെങ്കിൽ ചില ആളുകളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവരാണ് എന്ത് ചെയ്യുന്നത്? ലോകം നിയന്ത്രിക്കുന്നത്. അതായത് മൺമറഞ്ഞു പോയ, അവർക്ക് സ്വന്തത്തിന് പോലും ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രയും വിശ്വാസ മലീമസമായ ഒരു സമൂഹമായിട്ട് ആര് മാറിപ്പോകുന്നുണ്ട്? മുസ്ലിം ഉമ്മത്ത് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലം കഴിയും തോറും ഇത് കൂടുകയല്ലാതെ കുറഞ്ഞു വരികയല്ല ചെയ്യുന്നത്. കാലം എത്രത്തോളം കഴിയുന്നോ അതിനനുസരിച്ച് ഷിർക്കിന്റെ വകഭേദങ്ങളും ഷിർക്കിന്റെ കട്ടിയും എന്ത് ചെയ്യും? വർദ്ധിച്ചു വരുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്, ഒരു വർഷവും കടന്നു പോകുന്നില്ല അടുത്ത വർഷം അതിനേക്കാളും ഷർറായിട്ടല്ലാതെ എന്നാണ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുമ്പോൾ ആ ഹദീസ് നമ്മൾ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. ഒരു 5 വർഷം മുമ്പ് എന്തായിരുന്നു സമൂഹത്തിന്റെ അവസ്ഥ എന്നും, എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ട് ഏത് ഒരവസ്ഥയിലൂടെയാണ് സമൂഹം പോകുന്നത് എന്ന് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ അപകടകരമായ സഞ്ചാരത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ധാർമ്മികമായ എല്ലാ മൂല്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? തച്ചുടച്ചുകൊണ്ടാണ് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം നമ്മൾ അറിവ് നേടുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാലമാണ്. അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും ചെയ്യാൻ പറ്റൂല, നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന്. അപ്പൊ പറഞ്ഞു വന്നത്, തൗഹീദുർ റുബൂബിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി വിശ്വസിക്കണം. വിശ്വസിക്കുന്നിടത്ത് 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ മിൽക്കിയത്ത്, അള്ളാഹു എല്ലാം ഉടമപ്പെടുത്തുന്നു. 3-മത്തേത്, എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. തദ്ബീർ എല്ലാം അള്ളാഹുവാണ്. ഇനി അടുത്ത ഒരു മസ്അലയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് തൗഹീദുർ റുബൂബിയത്ത് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് അള്ളാഹുവാണ്. ലോകത്തിന് എന്തുണ്ട്? ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയത്ത്. ഈ തൗഹീദുർ റുബൂബിയത്ത് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, തൗഹീദുർ റുബൂബിയത്ത് പൂർണ്ണ അർത്ഥത്തിൽ നിഷേധിച്ച ആളുകൾ വളരെ ചുരുക്കാണ്. അതായത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? തൗഹീദുർ റുബൂബിയത്ത് നിഷേധിച്ചിട്ടുള്ളൂ. അതായത് ലോകത്തിന് എന്തില്ല? ഒരു സൃഷ്ടാവും ലോകത്തിനില്ല എന്ന് പറഞ്ഞ ആളുകൾ വളരെ വിരളാണ്. വളരെ വിരളമായ ആളുകളെ ആ രൂപത്തിലുള്ള വാദങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ആ രൂപത്തിൽ തൗഹീദുർ റുബൂബിയ നിഷേധിച്ച ആളുകൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും അവരുടെ ഫിത്രത്തിൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ എന്തുണ്ട്? ആ യാഥാർത്ഥ്യം അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നാണ്. അതായത് പ്രകടമായിട്ട് ചിലപ്പോൾ പറയും, എന്ത്? ഒരു സൃഷ്ടാവില്ല, ഈ ഭൂമിയൊക്കെ ഇങ്ങനെ ഉണ്ടായതാണ് എന്നൊക്കെ പറയും. എന്നാൽ എന്തെങ്കിലും ആപൽ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവര് തന്നെ എന്ത് ചെയ്യും? സൃഷ്ടാവുണ്ട് എന്നുള്ള നിലക്ക് സംസാരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതില് ഇതിനെ, അതായത് ഈ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ, ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞ 1-മത്തെ വിഭാഗമാണ് അദ്ദഹരിയ. ദഹരിയ എന്ന് പറയുന്ന വിഭാഗം. അവർ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ജാസിയയിലെ 24-മത്തെ ആയത്തിൽ മക്കയിലെ ചില മുശ്രിക്കുകൾ, എല്ലാ മുശ്രിക്കുകളുമല്ല, ചില മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? വഖാലു, അവർ പറഞ്ഞു,
മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ല ദഹർ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു. നമ്മളെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതൊക്കെ ആരാണ്? അത് കാലാണ്. കാലം കഴിയുന്തോറും എന്ത് ചെയ്യും? ഓരോ മനുഷ്യന്മാരും മരിക്കും, അടുത്ത മനുഷ്യന്മാർ വരും. അതുകൊണ്ട് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും കാലമാണ്. അതല്ലാതെ എന്തല്ല, ഒരു സൃഷ്ടാവൊന്നും ഇതിന്റെ പിന്നിലില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിലെ ന്യൂനപക്ഷം വരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു? ആ രൂപത്തിൽ വിശ്വസിച്ചിരുന്നു എന്നാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് തൗഹീദുർ റുബൂബിയത്ത് നിഷേധിച്ച ആരൊക്കെയുണ്ടോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? റുബൂബിയത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാ? ഖുർആനിൽ തന്നെ ഒരാൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔനാണ്. ഫിർഔന് പറയുന്ന വാദങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫിർഔൻ പറയുന്നത് എന്താ? അന റബ്ബുക്കും അൽ അഅല, നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാരാണ്? ഞാനാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഫിർഔൻ വാദിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹുമില്ല എന്നാരാ പറയുന്നത്? ഫിർഔനാ പറയുന്നത്. പക്ഷെ ഫിർഔന്റെ മനസ്സിൽ തന്നെ എന്തുണ്ട്? ഫിർഔൻ റബ്ബല്ല എന്ന് ഫിർഔന്റെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം ഫിർഔൻ എന്ത് ചെയ്യുന്നുണ്ട്? തിന്നുന്നുണ്ട്, മനുഷ്യന്മാർ തിന്നുന്നത് പോലെ തിന്നുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫിർഔൻ ആവശ്യക്കാരനാണ്. ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഫിർഔൻ ഉറങ്ങണം. അപ്പൊ ഇത് ഫിർഔനിന് തന്നെ അറിയാമെന്ത്? അദ്ദേഹം റബ്ബല്ല എന്ന് ഫിർഔനിന് തന്നെ അറിയാം. എന്നിട്ടും ഫിർഔൻ എന്ത് ചെയ്യാണ്? വാദിക്കാണ് റബ്ബാണ് എന്നത്. എന്നാ ആ ഫിർഔനിന്റെ വാദം പൊളിയുന്നുണ്ട്. ഫിർഔൻ റബ്ബാണ് എന്ന് വാദിച്ച അതേ വാദം അവസാന സമയത്ത് എന്ത് ചെയ്യാണ്? അതെല്ലാം പൊളിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ ഫിർഔൻ പറയാം. ഈ ഫിർഔൻ ഇത് എപ്പോഴാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഘട്ടം മുങ്ങിത്താഴുന്ന ആ സമയത്ത് ഫിർഔൻ പറയാണ്, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഫിർഔൻ പറയാണ്, ഞാൻ ആരുടെ കൂട്ടത്തിലാ? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. എന്തുണ്ട്? ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ഫിർഔൻ അവിടെ സമ്മതിക്കുകയാണ് ചെയ്തത്. അതാണ് പറഞ്ഞത്, ആര് റുബൂബിയത്തിനെ നിഷേധിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആ റുബൂബിയത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ രൂപത്തിലാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ആ രൂപത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, വജഹദൂ ബിഹാ, അവർ അതിനെ നിഷേധിച്ചു. പക്ഷെ വസ്തൈഖനത്ഹാ അൻഫുസുഹും, അവരുടെ നഫ്സിൽ എന്തുണ്ട്? അങ്ങേയറ്റത്തെ യഖീനുണ്ട് അവർക്കെന്ത്? അവർ റബ്ബല്ല, മറിച്ച് റബ്ബായ ഒരു അള്ളാഹു ഉണ്ട് എന്നുള്ളത് അവരുടെ നഫ്സിൽ രൂഢമൂലമായ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ റബ്ബാണ് എന്ന് ഫിർഔൻ വാദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിർഔന്റെ അഹങ്കാരാണ്. ഫിർഔന്റെ അഹങ്കാരം മൂലമാണ് ഫിർഔൻ വാദിച്ചത്. അതല്ലാതെ എന്തല്ല. ഫിർഔൻ അറിയാം റബ്ബല്ല എന്നൊക്കെ ഫിർഔനിന് തന്നെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അഹങ്കാരം എന്ത് ചെയ്തില്ല? അത് സമ്മതിച്ചില്ല എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫിർഔനാണ് രണ്ടാമത്തെ ആൾ. തൗഹീദുർ റുബൂബിയത്ത് നിഷേധിച്ച രണ്ടാമത്തെ ആൾ ഫിർഔനാണ്. ഒന്നാമത്തെ ആൾ അദ്ദഹ്രിയ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. രണ്ടാമത്തേത് ഫിർഔന് എന്ന് പറയുന്ന വ്യക്തിയാണ്. മൂന്നാമത്തേത് അശ്ശുയൂഇയ്യ, നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്ത് വന്ന കമ്മ്യൂണിസം എന്ന പ്രത്യയ ശാസ്ത്രം. അപ്പൊ കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് നിരീശ്വരവാദമാണ്. അതിലെന്തില്ല? യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസം എന്ന ആ പാർട്ടിയെ കുറിച്ച് പറയാന്നുള്ളതല്ല, മറിച്ച് തൗഹീദിന് വിരുദ്ധമാണെന്ത്? കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നത് വളരെ വ്യക്തമാണ്. കാരണം അവരുടെ പ്രത്യയ ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അവർ വിശ്വസിക്കുന്ന വിശ്വാസ അടിസ്ഥാനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവില്ല, മറിച്ച് ഈ ലോകം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആണ്, വസ്തുക്കളുമായി കൂടിച്ചേർന്നുണ്ടായതാണ് ഈ ലോകം. ഈ ലോകത്തിന് ഒരു ദൈവവുമില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മതം ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരാണ് ആര്? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം. അതുകൊണ്ട് തന്നെ ആ ആശയം എന്നത് എന്തിനു വിരുദ്ധമാണ്? തൗഹീദുർ റുബൂബിയക്ക് വിരുദ്ധമാണ്. അപ്പൊ റുബൂബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് റബ്ബുണ്ട് എന്ന് വിശ്വസിക്കലാണ്. കമ്മ്യൂണിസം എന്ന ആശയത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത് ലോകത്തിന് എന്തില്ല? ഒരു റബ്ബ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരിക്കലും ആ ആശയത്തെ ഒരു മുസ്ലിം എന്ന നിലക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ്. കാരണം ഒരു മുസ്ലിമായ അവിശ്വാസി ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ശരിയാണോ? ഒരു മുസ്ലിമായ അവിശ്വാസി എങ്ങനെ പറയാം? ഒരിക്കലും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം എന്തല്ല, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തെ
ഒരിക്കലും ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കൂല. അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ, റുബൂബിയത്തിനെ നിഷേധിച്ച മൂന്നാമത്തെ വിഭാഗം. നാലാമത്തേത് അത്വബീഇയൂൻ, അതായത് ഈ ലോകമുണ്ടായത് പ്രകൃതിയാൽ ഉണ്ടായതാണ് എന്ന് പറയുന്ന ആളുകളാണ്. ഈ ലോകം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിശേഷിപ്പിക്കുക ഈ ഭൂമി തന്നെ ഭൂമിയെ എന്ത് ചെയ്തു, സൃഷ്ടിച്ചു എന്നാ പറയാം. അവിടെയാണ് നമ്മൾ മറുപടി പറയാ, ഭൂമിയെ സൃഷ്ടിക്കണമെങ്കിൽ ഭൂമി ഉണ്ടാകണ്ടേ, ഇല്ലാത്തൊന്നെങ്ങനെ സൃഷ്ടിക്കുക, ഇല്ലാത്തൊന്ന് സൃഷ്ടിക്കാൻ പറ്റൂല. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഇവര് ഈ വാദങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഇവരെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത് എന്താ, ഇവരെന്തൊക്കെയോ വലിയ ബുദ്ധിജീവികളാണ്, പുതിയ കണ്ടുപിടുത്താണ് എന്നുള്ള നിലക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ഒന്നും ചെയ്യൂല, വെറുതെ ഉണ്ടാവുകയില്ല എന്നത് തെളിഞ്ഞ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതുപോലും സങ്കീർണമായി അങ്ങനെയൊന്നുമല്ല, ഈ ഭൂമി തന്നെ എന്ത് ചെയ്യുന്നു, ഭൂമിയെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ വിശ്വസിച്ച് അതിലിങ്ങനെ എന്ത് ചെയ്യാ 1-2 മണിക്കൂറൊക്കെ ചർച്ച നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ബുദ്ധിശൂന്യത എന്തില്ല, ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ മറ്റൊരു വിശദീകരണം നൽകുന്നത്, അതായത് ഈ ഭൂമിയിലുള്ള ചൂട്, തണുപ്പ്, ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടായത്, ഈ കോലത്തിലുള്ള ഭൂമി ഉണ്ടായത്. ചൂട് വർദ്ധിക്കുന്നു, അങ്ങനെ ചൂട് കുറയുന്നു. അപ്പൊ ഈ ചൂട് എവിടെ നിന്നുണ്ടായി, അടുത്ത ചോദ്യമാണ്. ഈ ചൂട് എവിടെ നിന്നുണ്ടായി എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അതിനെന്തില്ല, അവർക്ക് യാതൊരു ഉത്തരവുമില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ വിഭാഗം അൽ ഇത്തിഹാദിയ എന്ന് പറയുന്ന വിഭാഗം. അൽ ഇത്തിഹാദിയ എന്ന് പറയുന്ന വിഭാഗം അവർ മുന്നോട്ട് വെക്കുന്ന വാദം എല്ലാം ഒന്നാണ് എന്നാണ്. അതായത് എല്ലാം ദൈവമാണ്, ഞാനും ദൈവം, നീയും ദൈവം, നമ്മൾ കാണുന്നതൊക്കെ ദൈവം എന്ന് പറയുന്ന വാദക്കാരാണ്. അവരും എന്തിനെ നിഷേധിച്ചു, റുബൂബിയത്തിനെ നിഷേധിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം ലോകത്തിന് ഒരു റബ്ബുണ്ട് എന്ന വാദത്തെ എന്ത് ചെയ്തു, അവർ നിരാകരിച്ചു, അവർ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇത്തിഹാദിയ വാദം മുന്നോട്ട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിർഔൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇത്തിഹാദിയ പറയുന്നത് എല്ലാവരും ദൈവമാണെന്നാണ്. ആ അടിസ്ഥാനത്തിൽ ഫിർഔൻ പറഞ്ഞത് എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഫിർഔൻ പറഞ്ഞത് എന്താ, ഞാൻ ദൈവമാണെന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്താണ്, ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഫിർഔന്റെ വാദവും ഇവരെ അടിസ്ഥാനത്തിൽ അത് ശരിയായ വാദമായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മജൂസികളല്ല, മറ്റൊരു ഉദാഹരണം അതിന് നമുക്ക് പറയാൻ പറ്റുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം എന്ത് ചെയ്തു, അവർ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ട്, അവർ ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ആ പശുക്കുട്ടിയും എന്താണ്, ദൈവമാണ്. ആ പശുക്കുട്ടിയും, അപ്പൊ എന്തൊന്നിനെയാണോ നമ്മുടെ മുമ്പിൽ എന്താണോ ഉള്ളത് അതെല്ലാം ദൈവമാണ് എന്ന സങ്കല്പമാണ് ഇവരുടെ സങ്കല്പം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു സങ്കല്പമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ തീയെ ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ ആ തീയെ ആരാധിക്കുന്നവരും എന്തിനെ ആരാധിക്കുന്നവരായിട്ടാണ് ഇവർ പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവരായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ, അതായത് ഈ ഇത്തിഹാദിയ വാദം എന്നത് സമൂഹത്തിൽ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പ്രത്യേകിച്ചും സൂഫി ഗാനങ്ങളിലൂടെ പരമാവധി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുത്തിക്കയറ്റാൻ, തിരികെ കയറ്റാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകളെങ്കിലും അതിൽ പെട്ടുപോകുന്നുണ്ട്, ചില ആളുകളെങ്കിലും അതിൽ പെട്ടുപോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള വാദമില്ല എങ്കിലും പതിയെ ഇതിനോട് സമാനമായ വാദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് വളരെയധികം പ്രചരിച്ച ഒരു പാട്ടാണ് സ്വർഗവും വേണ്ട നരകവും വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഒരു പാട്ടുകാരൻ, ലക്ഷദ്വീപുകാരൻ, അറിയപ്പെട്ടൊരു പാട്ടുകാരൻ. പെട്ടെന്ന് അദ്ദേഹം ഹിറ്റായി. അദ്ദേഹം പാടുന്ന പാട്ടുകളൊക്കെ നമ്മൾ സൂക്ഷ്മാർത്ഥത്തിൽ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പാടുന്നത്, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നരകം വേണ്ട, റബ്ബേ നിന്റെ ഇഷ്ടം മാത്രം എന്ത് ചെയ്തു, എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പാടുക. അപ്പൊ ഈ സ്വർഗവും വേണ്ട നരകവും വേണ്ട എന്നുള്ളത് അത് എന്ത് വാദാണ്? അത് സൂഫിസം മുന്നോട്ട് വെക്കുന്ന വാദാണ്. നമ്മൾ എന്തിനാ പ്രവർത്തിക്കുന്നത്, സ്വർഗം കിട്ടാനാ പ്രവർത്തിക്കുന്നത്, നരകത്തിൽ നിന്ന് എന്ത് ചെയ്യണം, വിട്ടു നിൽക്കുകയും വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും ഇല്ല നരകവും ഇല്ല എന്നുള്ളതാണ്. അള്ളാന്റെ തൃപ്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ പിന്നിൽ ആളുകൾ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വലിയ തത്വജ്ഞാനമായിട്ട് ചിലപ്പോൾ തോന്നും, ശരിയാണ്, അള്ളാന്റെ തൃപ്തിയാണ് വേണ്ടത്, സ്വർഗമല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാകും. എന്നാൽ എന്തല്ല, അത് അഹ്ലുസുന്നയുടെ വിശ്വാസവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈനിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ നേരിടുന്ന, മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ ഏതൊരാളുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആത്മീയതയുടെ കുറവ് എന്നുള്ളത്.
ആളുകൾ ആത്മീയതയുടെ പിന്നിലാണ്. കാരണം ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് പൂർണ്ണമായ സമാധാനം ഒന്നിലും ലഭിക്കുന്നില്ല. അപ്പൊ സമാധാനം തേടിപ്പോകുന്നത് ഏതിലേക്കാണ്? ഇത്തരം സൂഫി ഗാനങ്ങളിലേക്കും പാട്ടുകളിലേക്കും പോവുകയാണ്. അവിടെയാണ് അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ ചാനൽ ചെയ്ത് കൃത്യമായ ഒരു ലൈനിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വരച്ചു കാട്ടിയ ആത്മീയതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നു, അവനിൽ മാത്രം നമ്മൾ നിഷ്കളങ്കത അർപ്പിച്ച് അള്ളാഹിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന സുജൂദിന് എന്തുണ്ട്, ഒരു ഭംഗി ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും വലിയ ആത്മനിർവൃതി എന്ത് ചെയ്യാൻ പറ്റും, ആ സുജൂദിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വളരെ വലിയ ആനന്ദവും സുഖവും ഉണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ദുനിയാവിൽ 3 കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കില്ലായിരുന്നു എന്ന്. അതിലൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് രാത്രി നിസ്കാരം. അത്രയും സമാധാനം എന്ത് ചെയ്യും രാത്രി നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന. അപ്പൊ അത്തരത്തിലുള്ള നിസ്കാരങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ആത്മനിർവൃതി അടയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒന്ന് ബാധിച്ചു കഴിഞ്ഞാൽ ഫസിഅ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് എന്ത് ചെയ്യും, നബി ഓടിപ്പോകുന്ന. അപ്പൊ ആ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ ദുനിയാവിനോടുള്ള എല്ലാ അറ്റാച്ച്മെന്റും എന്ത് ചെയ്തു, അവിടുന്ന് പോയി. പിന്നെ അള്ളാഹുവും റബ്ബുമായിട്ടുള്ള, അള്ളാഹുവും അടിമയുമായിട്ടുള്ള, ആ റബ്ബും അടിമയുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം എന്തെയാണ്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അവർക്ക് എന്തില്ല, ചുറ്റും നടക്കുന്ന ഒന്നിനെ കുറിച്ചും യാതൊരു ബോധവും അവർക്ക് ഉണ്ടാവില്ല എന്നാണ്. ചില സലഫുകളെ കുറിച്ച് പറയാറുണ്ടായിരുന്നത്, അവർ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് എന്ത് ചെയ്യും, സംസാരിക്കാനും കളിക്കാനൊക്കെ തുടങ്ങുന്നതാണ്. കാരണം ഇദ്ദേഹം നിസ്കാരത്തിൽ കയറിയാൽ ഇദ്ദേഹത്തിന് എന്തറിയില്ല, പുറത്ത് നടക്കുന്നതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾ ആ രൂപത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്ത് ചെയ്യും, നമുക്കൊരു ആത്മീയ അനുഭൂതി ലഭിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് യാത്ര എന്തുണ്ട്, ഇനിയും അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് യാത്ര നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിലേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ ചവിട്ടുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ യഖ്ലത്താണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ് പല ആളുകളും ഉള്ളത്. എന്നാൽ ആ അശ്രദ്ധയിൽ നിന്ന് കരകയറി ഞാനിപ്പോൾ അശ്രദ്ധയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കലാണെന്ത് ഒന്നാമത്തെ ചവിട്ടുപടി എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ചവിട്ടുപടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എത്തേണ്ടതുണ്ട്. ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ എത്ര ഉണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ നിസ്കാരങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ മഗ്രിബ് നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര പോരായ്മയുണ്ട്. ആ 3 റക്അത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ ആലോചിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നിസ്കാരം ആരുടെ നിസ്കാരത്തോട് സാദൃശ്യമായിരിക്കും. മുനാഫിക്കുകളുടെ നിസ്കാരം പറഞ്ഞപ്പോ എന്താ എടുത്തു പറഞ്ഞത്, അള്ളാഹുവിനെ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവരെന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും, ശരിയാണ്, ഒരുപാട് പോരായ്മകളുണ്ട്, നന്നാകണം എന്നൊരു തോന്നലുണ്ടാകും. ഇനിയോ ആ പോരായ്മയുടെ കൂടെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തിനാ തോന്നുക, ഇബാദത്ത് ചെയ്യാനുള്ള തോന്നൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 6ാമത്തെ വിഭാഗം മജൂസികളാണ്. മജൂസികൾ പറഞ്ഞു വെച്ചത് ഭൂമിക്ക് 2 സിർട്ടാവുണ്ട് എന്നാണ്. ഒന്ന് നൂറും പ്രകാശവും, മറ്റൊന്ന് ലുൽമത്തും ഇരുട്ടുമാണ്. അതിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ദൈവം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രകാശമാണ്. കാരണം പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെളിച്ചം നൽകുന്നുണ്ട്. ഇരുട്ട് എന്നുള്ളത് എന്തല്ല, ഒന്നുമില്ലാത്തതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 6 വിഭാഗം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തൗഹീദുർ റുബൂബിയത്ത് നിഷേധിച്ചിട്ടുള്ളത്. തൗഹീദുർ റുബൂബിയ നിഷേധിച്ച ആളുകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ ന്യൂനപക്ഷം വരുന്ന വളരെ ചുരുങ്ങിയ ആളുകളാണ് റുബൂബിയത്ത് നിഷേധിച്ചിട്ടുള്ളതാണ്. അതല്ലാത്ത എല്ലാ ആളുകളും, വെളിവുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, റുബൂബിയത്ത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതൊരു സൃഷ്ടിപ്പിനും അതിന്റെ പിന്നിൽ ആരുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഒരു സൃഷ്ടാവ് ഏതൊരു സൃഷ്ടിപ്പിന്റെ പിന്നിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നൽകുന്ന മറുപടി, ഈ 6 വിഭാഗത്തിനും അല്ലാഹു ഒറ്റ ആയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. സൂറത്തു തൂറിലെ 35-ാമത്തെ ആയത്ത്
അതായത് അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ വിഭാഗമൊക്കെ വരുന്നത്. പക്ഷെ ആ ആയത്തിൽ എന്തുണ്ട്? ഈ പറഞ്ഞ 6 വിഭാഗക്കാർക്കും മറുപടി ഉണ്ട്. അള്ളാഹു പറയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അള്ളാഹു ചോദിക്കാൻ, ഒന്നുകിൽ അവര് വെറുതെ എന്ത് ചെയ്യണം, അവര് തന്നെ ഉണ്ടാകണം, അതെന്തായാലും നടക്കൂല. അല്ലെങ്കിലോ അം ഹുമുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ അവര് തന്നെ അവരെന്ത് ചെയ്യണം, സൃഷ്ടിക്കണം. അപ്പൊ ഈ രണ്ടും എന്തല്ല, 2 സാധ്യതകൾ അള്ളാഹു പറയാണ്. 2 സാധ്യതയും നടക്കൂല, 2 സാധ്യതയും നടക്കൂല. വെറുതെ ഉണ്ടാകുക എന്നുള്ളത് എന്തല്ല, ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത ഒന്നാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെയാ? നമ്മളെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ആരുണ്ടാകണം? നമ്മൾ ഉണ്ടാകണ്ടേ? ഉണ്ടാകാത്ത ഒന്ന് എങ്ങനെയാ ഒരു കാര്യത്തിൽ ഉണ്ടാക്കുക? അപ്പൊ അള്ളാഹു ആ ഒരു ഒറ്റ വാചകത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ വിഭാഗക്കാർക്കൊക്കെ മറുപടിയാണ്. ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഉദാഹരണമാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു സംവാദത്തിന് വേണ്ടി പോകുന്നു. എന്നിട്ട് അവരോട് പറയാൻ, ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ആ കാര്യം നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരട്ടെയോ എന്ന് പറയാം. അപ്പൊ ഒരു പറഞ്ഞു, ആ വിവരിച്ചു തന്നോ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം വിവരിക്കാണ്, അന്ന ഹുനാക സഫീന ഫീ നഹ്രി ദജ്ല. ദജ്ല എന്ന് പറയുന്ന ഒരു പുഴയിൽ എന്തുണ്ട്? ഒരു ബോട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? അതിന് കപ്പിത്താനില്ല, അതിനെ നയിക്കുന്ന ഒരാളില്ല. പക്ഷെ അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളുമായിട്ട് അതെന്ത് ചെയ്യുന്നു? അടുത്ത ഒരു തീരത്തിലേക്ക് പോകുന്നു. തിരിച്ചത് നേരെന്ത് ചെയ്യുന്നു? വീണ്ടും വരുന്നു. ഇങ്ങനെ വളരെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇത് കേട്ട ആളുകൾ വളരെ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് മുസ്തഹീലാണ്, ഇതെന്ത് ചെയ്യൂല, ഇത് ഒരിക്കലും നടക്കൂല. കാരണം കപ്പിത്താനില്ല, ഇത് കൊണ്ടുപോകാൻ ആൾക്കാരില്ല. എന്നാൽ കറക്റ്റ് എന്ത് ചെയ്യുന്നു? എത്തുന്നു, തിരിച്ചു വരികയും ചെയ്യുന്നു. ആ സമയത്താണ് അബൂ ഹനീഫ റഹിമഹുല്ല തിരിച്ചു ചോദിക്കുന്നത്, അത്രയും ഒരു ചെറിയ പോകുന്ന കപ്പൽ, ആ കപ്പൽ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ആ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു വരികയും തീരമടിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറിയൊരു സംഭവം പോലും വെറുതെ നടക്കുകയില്ല, ഇതിന്റെ പിന്നിൽ ഒരാളില്ലാതെ നടക്കുകയില്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും സങ്കീർണമായ ലോകം ഒരാളും ഇതിനെ കൺട്രോൾ ചെയ്യാതെ ഇതിങ്ങനെ പെട്ടെന്നുണ്ടായതാണ്, അതിങ്ങനെ പിന്നെന്ത് ചെയ്യാണ്, റിമോട്ട് ഓൺ ആക്കിയതുപോലെ ഇങ്ങനെ ചലിച്ചു പോവുകയാണ്, ഒരു സ്വിച്ച് ഓൺ ആക്കിയതുപോലെ ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നാണ് ഇമാം അബൂ ഹനീഫ ചോദിച്ചതെന്നാണ്. എന്നിട്ട് ഇമാം അബൂ ഹനീഫ പറയുന്നുണ്ട്, ഒരിക്കൽ പോലും രാത്രിയെ പകൽ മുൻകടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതായത് രാത്രി എന്ത് ചെയ്യാ, പകലിനെ മുൻകടക്കുക, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ പകല് രാത്രി എന്ത് ചെയ്യാ, മറിച്ച് രാത്രിയും പകലൊക്കെ എന്താ, പകൽ മാത്രമായി മാറുന്ന അവസ്ഥയില്ല, അല്ലെങ്കിൽ രാത്രി മാത്രമായി മാറുന്ന അവസ്ഥയില്ല. ഇങ്ങനെ ഒന്നുമില്ല. കൃത്യസമയത്ത് രാത്രിയാകുന്നു, കൃത്യസമയത്ത് പകലാകുന്നു. മാസങ്ങളുടെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായി നടക്കുന്നത് എന്തെല്ലാം വെറുതെ എല്ലാം. ഇതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരു സൃഷ്ടാവുണ്ട്. അപ്പൊ ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ മതിയായ ഉദാഹരണമാണ്. ഒന്നും എന്ത് ചെയ്യൂല, വെറുതെ നടക്കുകയില്ല എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ അതേ സമയത്ത് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അത് വെറുതെ അങ്ങ് ഉണ്ടായതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാത്തിനും അതേ ഉത്തരം പറയണം. അതാണെന്ത്? നീതി എന്നുള്ളത്. എന്നാൽ ചിലതിന് മാത്രം അത് വെറുതെ ഉണ്ടായത്, എന്നാൽ ചിലതിനെന്തോ വെറുതെ ഉണ്ടാവൂല ഒന്നും എന്ന് പറയുന്നു. അപ്പൊ അത് ശരിയായ നിലപാടല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജുബൈർ ബിൻ മുത്ഇം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സ്വഹാബിയാകുന്നത് ഈ ആയത്ത് കേട്ടുകൊണ്ടാണ്. അദ്ദേഹം അവിശ്വാസിയായിരുന്നു. അദ്ദേഹം അവിശ്വാസികളുടെ കൂട്ടത്തിൽ ബദറിൽ ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ദികളാക്കിയിട്ടുണ്ട്. ആ ബന്ദികളാക്കിയ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ജുബൈർ ബിൻ മുത്ഇം. ജുബൈർ ബിൻ മുത്ഇം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ എന്ന ആയത്ത് കേൾക്കുകയാണ്. മഗ്രിബിന്റെ സമയത്താണ് ഈ ആയത്ത് കേട്ടത്. എന്നിട്ട് ജുബൈർ ബിൻ മുത്ഇം പറയാണ്, ഫകാദ ഖൽബി അൻ യതീറ, എന്റെ ഹൃദയം അങ്ങോട്ട് എന്ത് ചെയ്തു, പറന്നു പോകുന്നത് പോലെ തോന്നിനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ആയത്ത് കേട്ടപ്പോൾ. എന്റെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു എന്നാണ്. ആ ആയത്ത് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ ആയത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തുണ്ട്, ആ ആയത്തിൽ പറയുന്നുണ്ട് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, ഇനി നമ്മളാരും സൃഷ്ടിച്ചതുമല്ല, ഇതിന്റെ പിന്നിൽ എന്തുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് ചരിത്രം. അപ്പൊ ആ ഒറ്റ ആയത്ത് എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിച്ചു. അപ്പൊ ആദ്യമേ ഉള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അപ്പൊ ആദ്യമേ ഉള്ളവനാണ് ആര്?
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഉണ്ടായവനാണ്. ആരെങ്കിലും ഉണ്ടാക്കിയവനാണോ? അല്ല. അല്ലെങ്കിൽ ആരാൽ ഉണ്ടായവനുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഉണ്ടായവനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് തൗഹീദുർ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനങ്ങൾ. തൗഹീദുർ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അനിവാര്യമായ കാര്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൗഹീദുർ റുബൂബിയത്ത് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പരിശോധിച്ച് നോക്കണം. അതായത് എന്ത് ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോഴും റുബൂബിയത്തിലേക്ക് തട്ടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ജീവിതത്തിൽ എന്തുണ്ടായാലും അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാകുന്നത്. അതിന്റെ പിന്നിലൊക്കെ വലിയ ഹിക്മത്തുണ്ട് എന്ന് ഒരാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതത്തിൽ ബാധിച്ചു കഴിഞ്ഞാലും എന്തില്ല, യാതൊരു പ്രശ്നവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഒരു സങ്കടത്തിന്റെ ഒരംശം പോലും ജീവിതത്തിൽ ഉണ്ടാകൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ കുറിച്ച് പരിചയപ്പെടുത്തി എന്താ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ ഈ പരീക്ഷണം എന്നുള്ളത് ജീവിതത്തിന്റെ ഡിഫോൾട്ടായ ഒരു വിശേഷണമാണ്. ഡിഫോൾട്ടായ വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണമാണ് ജീവിതത്തിൽ ഉണ്ടാകുക. പരീക്ഷണമാണ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുഅ്മിൻ അതിനെ കാണുക, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, പരീക്ഷണാണ് എന്നാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ താണ്ടി താണ്ടി പോകേണ്ടതാണ് ജീവിതം. അതല്ലാതെ സുഖകരമായ ഒരു ജീവിതം എന്തെല്ലാം ഇവിടുന്ന് കിട്ടേണ്ടതല്ല എന്നാണ് ഒരു വിശ്വാസിയുടെ സമീപനം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ വിശാലമായി പല ദിക്കുകളിലേക്കും ഇസ്ലാം എത്തി. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്, ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാ കാണുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു. രണ്ടാളുകൾ വന്നത് ഒരേ ലക്ഷ്യത്തിനാണ്. ഭയങ്കര വിശപ്പാണ് റസൂലേ, ഒന്നും തിന്നാനില്ല, ഭയങ്കര വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് രണ്ട് സ്വഹാബാക്കളും വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ ലക്ഷ്യത്തിലാണ് വന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സ്വഹാബിയുടെ അടുക്കൽ വിരുന്ന് കിട്ടും, അവിടുന്ന് ഭക്ഷിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കൊടുക്കും, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെ കുറിച്ച് ഉമറെ ചോദിക്കപ്പെടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അതിൽ ഇതൊരു അനുഗ്രഹമായിട്ട് പരിഗണിക്കാൻ പറ്റുമോ റസൂലേ? കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒന്നല്ലേ, അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്, ഒരു ആസ്വാദനമൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ കുടിക്കുന്ന തണുത്ത വെള്ളം ഉണ്ടല്ലോ അതുപോലും എന്താണ്, അനുഗ്രഹമാണ് എന്നാണ്. അതുപോലും അനുഗ്രഹമാണെന്നാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ മുന്നിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ച ചോദ്യമാണ്, അതല്ല ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടാവൂലേ, എല്ലാം ദുനിയാവിൽ തന്നെ കിട്ടുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പേടിച്ചു എന്നാണ്. അതായത് ദുനിയാവിൽ നമുക്ക് അനുഗ്രഹങ്ങൾ അധികമായി ലഭിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പൊ റുബൂബിയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു വെക്കണം. എന്ത് നടക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരവും അള്ളാഹുവിന്റെ ഹിക്മത്ത് പ്രകാരവുമാണ് നടക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് തൗഹീദു അൽ ഉലൂഹിയ്യ. തൗഹീദു അൽ ഉലൂഹിയ്യ. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യക്ക് മറ്റൊരു പേരുണ്ട്, അതെന്താണ്, തൗഹീദുൽ ഇബാദ. തൗഹീദുൽ ഇബാദ, ആരാധന എന്ത് ചെയ്യുക. തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. നമ്മൾ വിശദീകരിക്കുന്ന കിതാബു തൗഹീദ് എന്ന പുസ്തകം ഏത് തൗഹീദുമായി ബന്ധപ്പെട്ടതാ, തൗഹീദുൽ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഉലൂഹിയത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ എവിടെയും തൗഹീദ് എന്ന വാക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഉടനീളം എന്ത് ചെയ്തിട്ടുണ്ട്, തൗഹീദിനെ കുറിച്ചാണ്, തൗഹീദ് ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഉടനീളം. അതായത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവസാനിക്കുന്നത് എന്ത് വെച്ചിട്ടാ, അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അവസാനിക്കുന്നത്. അള്ളാഹു സമീആണ്, അള്ളാഹു അലീമാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ ഓരോ ഇസ്മുകളും എന്തിനെയാണ് അറിയിക്കുന്നത്, തൗഹീദിനെയാണ് അറിയിക്കുന്നത്. ഓരോ ഇസ്മുകളും തൗഹീദിനെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒന്നുകിൽ അള്ളാഹുവിനെ ഇബാദത്തിലേക്ക് വേണ്ടിയുള്ള ക്ഷണമായിരിക്കാം വിശുദ്ധ ഖുർആനിലുള്ളത്, അതല്ലെങ്കിൽ അവനിൽ പങ്കു ചേർക്കരുത് എന്നുള്ള ആശയമായിരിക്കാം. അപ്പൊ ഇബാദത്തിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടേക്കുള്ള ക്ഷണാണ്,
തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. ലാ യുസമ്മാ ഇബാദത്തുൻ ഇബാദ, ലാ തുസമ്മാ ഇബാദത്തുൻ ഇബാദ ഇല്ലാ മഅ തൗഹീദ്. ഒരു ഇബാദത്ത് ഇബാദത്താകണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാതെ എന്ത് ചെയ്യൂല? ഒരു ഇബാദത്തിനെ നമുക്ക് ഇബാദത്തായി പറയാൻ പറ്റൂല. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് ശുദ്ധി ഇല്ലാതെ നിസ്കരിച്ചാൽ അത് നിസ്കാരാണോ? അല്ല. ശുദ്ധി ഉണ്ടായിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതേപോലെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ഉണ്ടായാലാണ് എന്ത് ചെയ്യാം? അത് ഇബാദത്തായി മാറുക. ഇനിയോ, ഈ തൗഹീദുള്ള ആളുകൾക്കുള്ള കൽപ്പനകൾ, അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സ്വർഗാവകാശികളെ കുറിച്ച് പറയുന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആർക്ക് എത്തിപ്പെടാൻ പറ്റുക? തൗഹീദുള്ള ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുക തൗഹീദുള്ള ആളുകൾക്കാണ്. അതോടൊപ്പം തന്നെ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ, അവർ ദുനിയാവിൽ നേരിടുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു. ഷിർക്കിനെ കുറിച്ച്, ഷിർക്ക് ചെയ്താൽ പാപങ്ങൾ പുറത്തു കിട്ടുകയില്ല, അതോടൊപ്പം തന്നെ അമലുകൾ പൊളിഞ്ഞു പോകും എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം സന്തോഷ വാർത്തകളും ആർക്കുള്ളതാണ്? തൗഹീദുള്ള ആളുകൾക്കുള്ളതാണ്. എല്ലാ പേടിപ്പെടുത്തലുകളും ആർക്കുള്ളതാണ്? ഷിർക്ക് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് എന്താണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റണം. ചില ആളുകൾ പറയുന്നത് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ തൗഹീദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല? അത് ശരിയല്ല എന്നാണ്. അത് ശരിയല്ല. ആ വിശ്വാസം ശരിയല്ല. കാരണം ആ വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നു? മക്കയിലെ മുശ്രിക്കുകൾക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ വിശ്വാസം ഉണ്ടായാൽ പോരാ, മറിച്ച് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തുകൾ ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നതാണ് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്നത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ്. തൗഹീദുൽ ഉലൂഹിയത്തിലേക്കാണ് എന്ത് ചെയ്യുക? മടങ്ങുക. ഇബാദത്ത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലയുടെ അർത്ഥം. ആരാധിക്കപ്പെടുന്നവനായി, ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പൂർണ്ണമായ വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലക്ക് രണ്ട് റുക്നുകളാണുള്ളത്. ഒന്നെന്താ? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, നിഷേധം. പിന്നെയോ ഇല്ലല്ലാ, അള്ളാഹു മാത്രാണ്. എന്നാൽ ഒരാൾ പറയാണ് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നൊരാൾ പറയുന്നു. അത് വെച്ചിട്ട് ദഅവത്ത് ചെയ്യുന്നു, അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഭാഗം വെച്ചിട്ട് ഒരാൾ ദഅവത്ത് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ മാർഗം ശരിയാണോ? അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പ്രബോധനം ചെയ്യുന്നു. അത് ശരിയല്ല. മറിച്ച് എന്തും ചെയ്യണം? അള്ളാഹു അല്ലാത്തവരെ നിഷേധിക്കുകയും വേണം. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നിഷേധിക്കണം. ഇന്നയാൾ ആരാധിക്കാൻ പാടില്ല, ഔലിയാക്കളെ ആരാധിക്കാൻ പാടില്ല, റസൂലുമാരെ ആരാധിക്കാൻ പാടില്ല, മലക്കുകളെ ആരാധിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ളതും വ്യക്തമാക്കണം. കാരണം ഇസ്ബാത്ത് മാത്രം ഉണ്ടായാൽ പോരാ, അള്ളാഹു മാത്രാണ് എന്ന് പറഞ്ഞാൽ പോരാ, അതോടൊപ്പം നിഷേധവും എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതാണ് ചില ഇംഗ്ലീഷ് ദാഇമാരൊക്കെ ഉണ്ട്, അറിയപ്പെട്ട ആളുകളായിരിക്കാം, പക്ഷെ എന്തില്ല? ഇസ്ബാത്തേ ഉള്ളൂ, നഫി ഇല്ല എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചത് തൗഹീദിനെ കുറിച്ചാണ്. തൗഹീദിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഖുർആനിലുടനീളം പറഞ്ഞിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് തൗഹീദുൽ ഉലൂഹിയ? എന്താണ് തൗഹീദുൽ ഉലൂഹിയ? അവിടെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ തന്നെ നമ്മൾ പറഞ്ഞു അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അള്ളാഹു അല്ലാത്തവരെന്ത് ചെയ്യണം? നിഷേധിക്കുകയും വേണം. അതാണ് അമ്പിയാക്കളുടെ മൻഹജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദഅവത്തിന് എന്തുണ്ട്? ഒരു രീതിശാസ്ത്രമുണ്ട്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ദഅവത്ത് ചെയ്യാന്നുള്ളതല്ല. പ്രവാചകന്മാർ, റസൂലുമാർ എങ്ങനെയാണോ ദഅവത്ത് ചെയ്തത് ആ ദഅവത്തിന്റെ മാർഗത്തെ പിൻപറ്റുകയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രവാചകന്മാരുടെ ദഅവത്തിന്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം എന്തുണ്ട്? അള്ളാഹുവിനെ ആരാധിക്കുകയും വേണം. അതോടൊപ്പം പറഞ്ഞൊരു വിഷയമാണ് എന്ത്? വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളെ വെടിയുകയും വേണം. അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ അതിനെയെല്ലാം വെടിയണം. ചില ആളുകളുണ്ടാവും എവിടെയും തട്ടാതെ എന്ത് ചെയ്യും? സംസാരിക്കും. അവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേൾക്കാൻ. അദ്ദേഹം ആരെയും ഒന്നും പറയണില്ല, അദ്ദേഹം സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, അദ്ദേഹം അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് നിരന്തരം പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളതിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെ എടുത്തു പറയുന്നൊന്നുമില്ല, അല്ലെങ്കിൽ തുറന്നു പറയുന്നൊന്നുമില്ല. പക്ഷെ അള്ളാഹിനെ മാത്രം ആരാധിക്കണം അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയാ. അത് മാത്രം എന്ത് ചെയ്യൂല? മതിയാകൂല എന്നുള്ളതാണ്. അതെന്തല്ല, എന്തുകൊണ്ട് മതിയാകൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ ഏത് കോലത്തിൽ അയച്ചാൽ മതി? അത് ആ ഇസ്ബാത്തിന്റെ കോലത്ത് മാത്രം അയച്ചാൽ മതി. അവിടെ എന്തില്ല? അങ്ങനെ നോക്കുകയാണെങ്കിൽ റസൂലുമാർക്ക് പ്രയാസം സഹിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ഒരു ആവശ്യവും ഉണ്ടാവുകയില്ല. എന്തിനാണ് അവർ നേരിട്ട് പ്രയാസങ്ങളൊക്കെ നേരിട്ടത്? എന്തുകൊണ്ടാ? നഫി ചെയ്തു. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെന്ത് ചെയ്യാൻ പറ്റൂല? ആരാധിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് സൂറത്തുൽ കാഫിറുൽ എന്താ പറയുന്നത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യൂല? ആരാധിക്കുകയില്ല എന്ന് പറയാം. അങ്ങനെ പറയണം. ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതൊന്നും ആരാധിക്കപ്പെടാൻ അർഹരല്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴാണ് യഥാർത്ഥ ദഅവത്തിന്റെ മനഹജിലൂടെ പോവുക. അതല്ലാത്ത ആളുകൾ നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ കേൾക്കാൻ ചിലപ്പോൾ നല്ല രസമുണ്ടാകാം, പക്ഷേ എവിടെയെങ്കിലും ഒരു പിഴവ് വേറെ വിഷയത്തിലും ചെയ്യും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പ്രവാചകന്മാരുടെ റൂട്ടിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേറെ എവിടെയെങ്കിലും എന്ത് ചെയ്യും? പിശക് വരും. കാരണം ദഅവത്ത് എന്ന് പറഞ്ഞത് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാനുള്ളതല്ല, മറിച്ച് എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ അതിന്റെ പ്രയാസവും അതിന്റെ കയ്പും എല്ലാം അവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? എല്ലാം സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ്. അപ്പോഴാണ് എന്ത് ചെയ്യാം? അതൊരു പ്രബോധനമായിട്ട് മാറുക. അപ്പൊ ആ രണ്ട് റുക്കനുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ഒന്ന് ഇസ്ബാത്തും മറ്റൊന്ന് നഫിയും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞപ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചോദിച്ചത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ തിരിച്ചു ചോദിക്കാണ്, അല്ല റസൂലെ നബിയെ, ഈ പറയുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഒഴിവാക്കി അള്ളാനെ മാത്രം ആരാധിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അല്ലാതെ ഒരു സൃഷ്ടാവും ഇല്ല എന്നായിരുന്നെങ്കിൽ നബി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അവർ അംഗീകരിച്ച വിഷയമാണ്. അംഗീകരിച്ച വിഷയം പിന്നീടും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ബുദ്ധിപരാണോ? അല്ല, അത് ബുദ്ധിപരമല്ല. കാരണം അംഗീകരിച്ച വിഷയം നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ചില ആളുകളെ കുറിച്ച് പറയാറുള്ളത്, ഒരു കൂട്ടം ആളുകൾ അവരുടെ ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്? നിസ്കരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ആ രൂപത്തിൽ ദഅവത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. നിസ്കാരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. എന്നാൽ തൗഹീദിനെ കുറിച്ച് എന്ത് ചെയ്യില്ല? പറയില്ല. നിസ്കാരത്തെ കുറിച്ച് പറയും, ഹറാമ് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ അവരെന്ത് ചെയ്യും? പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരാൾ ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്ന ഒരുത്തനാണ്, നിസ്കരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരോട് എന്ത് ചെയ്യും? നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പറയും എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പറഞ്ഞെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കാര്യം ചെയ്യുന്ന ഒരാളോട് നമ്മൾ പിന്നെയും അത് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ച വിഷയമാണ് സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്നുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്തല്ല? സൃഷ്ടാവ് അള്ളാഹു മാത്രാണെന്നുള്ളതല്ല ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്ന് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാകും. ഇബാദത്തുകൾ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് തെറ്റുപറ്റിയത്. മംഗലാപുരം സംവാദം നമ്മളിൽ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം. അതില് പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഖാലിക ഇല്ലല്ലാഹ്, സൃഷ്ടാവ് അല്ലാത്ത ഒരാളും ഇല്ല എന്നാണ്. സൃഷ്ടാവ് അല്ലാത്ത ഒരാളില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായി എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ വാദപ്രകാരം അബൂജഹൽ ആരാ? മുസ്ലിമാണ്. മുശ്രിക്കീങ്ങളെല്ലാം ആരായി മാറി? മുസ്ലിങ്ങളായി മാറി എന്നുള്ളത്. ആ വിശ്വാസമുണ്ട് എങ്കിൽ പിന്നെ ഒരാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തില്ല? പ്രശ്നമില്ല എന്നാണ്. ലാ ഖാലിക ഇല്ലല്ലാഹ്, ഖാലിക്കായി അല്ലാത്ത ഒരാളില്ല എന്ന് വിശ്വസിച്ചു. എന്നിട്ട് കല്ലിനോട് തേടിയാലും മുള്ളിനോട് തേടിയാലും എന്തില്ല? ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ല. അത് ശിർക്കല്ല എന്നാണ് പറയുന്നത്. അതാണ് വളരെ അപകടം പിടിച്ച വാദമാണ്. പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹയെ വിശദീകരിക്കുന്നത് ലാ ഖാലിക ഇല്ലല്ലാഹ്, സൃഷ്ടാവ് അല്ലാതെ മറ്റാരും ഇല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുബൂബിയത്തിലേക്കല്ല തട്ടിക്കേണ്ടത്, മറിച്ച് എവിടേക്കാ തട്ടിക്കേണ്ടത്? ഉലൂഹിയത്തിലേക്കാണ്. ആരാധനക്കർഹനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. നമ്മൾ എങ്ങനെ തെളിയിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ വെച്ചാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്ത് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ള വിശ്വാസമാണ് ആരുടെ വിശ്വാസം? മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തൗഹീദ് എങ്ങനെ പഠിപ്പിച്ചെന്നത്? മക്കയിലെ മുശ്രിക്കുകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതാണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചെന്നത്. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇവർ മുശ്രിക്കുകളെ വെള്ളപൂശുകയാണ്, ഇവർ മുശ്രിക്കുകൾ എന്ത് ചെയ്യുന്നു? അബൂജഹലിനൊക്കെ ഇവർ ഔലിയായി ചിത്രീകരിക്കാനുള്ള പുറപ്പാടാണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഇങ്ങനെ പറയാം. അപ്പൊ അതെന്ത് ചെയ്യൂല, അതൊന്നും വില പോകില്ല എന്നാണ് അവരെന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. കാര്യം വളരെ വ്യക്തമാണ്. മരിച്ചുപോയി മണ്ണായി കിടക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. സ്വന്തത്തിന് പോലും എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് ചെയ്യാൻ പറ്റൂല.
എന്നിട്ട് അവരോട് എന്ത് ചെയ്യാ നമ്മൾ ആവശ്യപ്പെടുക. അപ്പൊ അതിനാക്കൽ കുറച്ച് ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ആ പണിക്ക് നിൽക്കൂല എന്നുള്ളതാണ്. ആ പണിക്കും നിൽക്കൂല, തർക്കിക്കാനും ചെയ്യൂല, നിൽക്കൂല. അതുകൊണ്ട് തെളിവുകൾ ഒരുപാടാണ് ഈ വിഷയത്തിൽ. ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാണ്ട്, ഇനിയും കാര്യങ്ങൾ വിശദീകരിക്കാണ്ട്. അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിച്ച ഒരുപാട് ആയത്തുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിച്ച ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തൗഹീദിന്റെ പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഠനം എന്ന് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം, ഉണർത്തണം. പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഒരു കുട്ടി വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് എന്താ ആദ്യം പഠിക്കേണ്ടത്, തൗഹീദാണ് എന്നാണ്. തൗഹീദാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, ആദ്യം പഠിക്കേണ്ടത്. അതുകൊണ്ട് വീട്ടിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 5, 6, 7 ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്നിട്ട് ഈ മജ്‌ലിസിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കയറാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വീട്ടിൽ നിന്ന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യൂല, ഈ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റോ ഒന്നിനും സമയം കിട്ടൂല. അപ്പൊ ഒരു ബുധനാഴ്ച, അതും 2 ആഴ്ചയിൽ നടക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പൊ ആ ക്ലാസ്സിന് കുടുംബസമേതം പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. തൗഹീദിന്റെ ഇൽമാണ്. ഒരിക്കലും നമുക്ക് എന്തില്ല, യാതൊരു നഷ്ടവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ എന്ത് ചെയ്തു, പ്രവേശിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല അറിവ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതിൽ യാതൊരു സംശയമില്ല. അള്ളാഹുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും, വർദ്ധിക്കും. അതുകൊണ്ട് ആ ഈമാനിന്റെ വർധനവിന് വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സദസ്സിലേക്ക് വരണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ രൂഢമൂലമാക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.